ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ എപ്പോഴത്തെയും പോലെ രാവിലത്തെ വീഡിയോ അല്ല, വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല പോലെ ഇരുട്ടാണ്, മഴമൂടം പിടിച്ചിട്ടാണ്. അപ്പോൾ കുറേ നേരത്തെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയില്ല, നല്ല ഇരുട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല റൈസ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലേക്ക് ഇന്നൊരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 5-6 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വെള്ളം ഒന്ന് ചേർത്ത് അലിയാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി കാണാം. നല്ല മഴയും തണുത്ത ഒരു ക്ലൈമറ്റിൽ നമുക്ക് എന്തെങ്കിലും ചൂട് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബസ്മതി അരി വെച്ചിട്ടുള്ള റൈസ് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ബസ്മതി അരി ഒന്ന് പുതിർക്കുന്നുണ്ട് കേട്ടോ, കഴുകിയിട്ട് പുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂറോ മറ്റോ നമ്മൾ ഇതൊന്ന് പുതിർത്തി വെച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ രാത്രിയിലേക്കുള്ളതല്ലേ, അപ്പോൾ പെട്ടെന്നൊന്ന് ഇത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിക്ക് തിളക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് സിമ്മിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറാമ്പൂ, പട്ട, പിന്നെ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെല്ലെ തിളക്കട്ടെ. ആ ഒരു ടൈമിൽ നമ്മുടെ അരി ഒന്ന് പുതിർന്ന് വരുമല്ലോ. അപ്പോൾ പിന്നെ ചിക്കന് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ചിക്കന് കഴുകിയിട്ട് തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, എന്നാലും ഒന്നുകൂടി കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ചിക്കന് പൊരിച്ചിട്ട് ചിക്കി ഇടുന്നതിനേക്കാളും ഈ ഒരു റൈസിന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കിയൊക്കെ പെട്ടെന്ന് നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ടിഫിനാക്കിയിട്ട് കൊടുക്കാനും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളമൊന്ന് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പുതിർത്ത് വെച്ച അരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമ്മൾ ചിക്കനൊന്ന് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാനിൽ വെച്ചിട്ടാണ് ഈ ഈ ഒരു റൈസും മസാലയും കൂടി റെഡിയാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ചോറൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഓയിലിൽ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു റെസിപ്പീസായിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളത് കേട്ടോ. അല്ലെങ്കിൽ കൂടുതലായിട്ടും വ്ളോഗ് തന്നെയല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനിടയിൽ റെസിപ്പീസ് ചെയ്യാറാണ്. അപ്പോൾ ഇതുപോലെ റെസിപ്പീസ് മാത്രമായിട്ട് ചെയ്യാതെ കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താ, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് കാണുന്നതാണോ വ്ളോഗ് കാണുന്നതാണോ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം മൂടി വെക്കാം കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിന് 2 വെജിറ്റബിൾസ് വേണം കേട്ടോ. കുറേ വെജിറ്റബിൾസ് ഒന്നുമല്ല, ക്യാരറ്റ് ഒരെണ്ണവും സവാള ഒരെണ്ണവുമാണ്. അപ്പോൾ അതൊന്ന് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ റൈസിൽ നമ്മുടെ ഈ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കളയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റൊക്കെ അവർ നന്നായിട്ട് കഴിച്ചോളും. കുഞ്ഞിതായിട്ട് നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എൻ്റെ കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും റൈസ് ഒന്ന് ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ലപോലെ കഴിച്ചു വരും. ഇതിൽ കൂടുതൽ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പണിയും കഴിയും കേട്ടോ. അത്ര ഈസിയാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ പാനിൽ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു ഒറ്റ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഉപ്പൊന്ന് ചേർത്തിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്നും വെള്ളം ഇറങ്ങിയത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം വെച്ചിട്ട് തന്നെ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടികളിട്ട് വെക്കുന്ന ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പ്ലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരൊറ്റ ബോക്സിൽ എല്ലാ പൊടികളും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനിതിൽ മുഴുവനായിട്ടും ഫില്ലാക്കിയിട്ടില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് ഒരു സൈഡിലേക്ക് നീക്കി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. എല്ലാം കൂടി വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ചിക്കനും സവാളയും മിക്സായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്സായിട്ടൊന്ന് ആ സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4-5 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഓയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി 4 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തത് കൊണ്ടാണ് 4 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ 1 മുട്ട വെച്ചിട്ടും 2 മുട്ട വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതിൽ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് 4 മുട്ട ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ചിക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചിക്കി എടുക്കാം. മുട്ട നല്ല പോലെ ചിക്കി എടുത്തതിന് ശേഷം ഈ സവാളയും മിക്സും ചിക്കനും എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മുട്ട നല്ല പോലെ ഇതുപോലെ കുത്തി ഉടച്ച് ചെറിയ പീസാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ചെറിയ പീസുകളായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. സോയാ സോസ് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എരിവൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എരിവ് ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നല്ല പോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരു കളറൊന്ന് ചേഞ്ചായിട്ട് വരും. ആ ഒരു ടൈം വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയും ചോറും കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കണം. ചോറൊന്ന് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഈ മസാല ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറേശ്ശെ ആയിട്ട് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യില്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വീണ്ടും റൈസ് ഇട്ട് വീണ്ടും മസാലയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ട് വരും കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചിക്കനും എല്ലാം മസാലയും എല്ലാം കൂടി റൈസിൽ മൊത്തത്തിലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.